ഹായ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്റ്റഡി വ്ളോഗായിട്ടാണ്. പിന്നെ എനിക്ക് കുറേ ഇതാണ്ടായിരുന്നു ഗൈസ്. അന്ന് ഞാൻ അതിൻ്റെ തലേന്ന് ഞാൻ ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ലീവ് എടുത്തു. അപ്പം കുറേ ഇതാണ്ടായിരുന്നു. അന്ന് മീൻസ് ഗ്രൂപ്പിലാണെങ്കിൽ കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കുറേ ഇതാണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് കാണുന്നത് നിങ്ങൾ. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു അഡ്വൈസ് നല്ലൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഗൈസ്. ഞാൻ ഇതേപോലെ ആയിരുന്നു ഗൈസ്. ഞാൻ ഇതുവരെ ഇന്നലെ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം വരെ ഞാനും ഇങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ആരും എന്ത് വിചാരിക്കൂലേ, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ, അങ്ങനെയല്ല. ബട്ട് ഗൈസ്, ഒരു കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് നമ്മളത് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് ഗായ്സ്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം വെച്ച് നിങ്ങൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാണ്ടിരിക്കരുത്. ബിക്കോസ് ഇറ്റ്സ് യുവർ ലൈഫ് ആൻഡ് യുവർ പ്ലാൻസ്. ഓക്കെ, യുവർ ഫ്യൂച്ചർ, യുവർ ലൈഫ്. യു നീഡ് ടു നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യാം. ഇപ്പം നിങ്ങൾ മറ്റുള്ളവരെന്ത് പറയും, ഇപ്പം ഞാൻ ചെയ്താൽ റീച്ച് ഉണ്ടാവുമോ? അപ്പോൾ എല്ലാവരും തുടങ്ങുമ്പം തന്നെ റീച്ച് അങ്ങ് കിട്ടിയൊന്നുമില്ല. ഞാൻ തന്നെ ഇപ്പോൾ 2-3 ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 4ാമത്തെ ചാനലെങ്ങാനാണിത് ഗൈസ്. ആദ്യമായിട്ടാണ് എനിക്ക് 170 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും കിട്ടുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഗൈസ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിചാരിക്കണ്ടേ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേ ഇല്ല കേട്ടോ. ഞാനും ഇങ്ങനെ തന്നെ വിചാരിച്ച ഒരാളായിരുന്നു. ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൽ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും ലൈക്സും വ്യൂസും ഒന്നും കിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഗൈസ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, ഫോണില്ല, ട്രൈപോഡില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞാനും ഇതൊന്നും ഇല്ലാണ്ടാണ് ഇപ്പോഴും വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇറ്റ്സ് യുവർ ലൈഫ് ആൻഡ് ഇറ്റ്സ് യുവർ ഫ്യൂച്ചർ. നിങ്ങൾ വേണം അതിന് വേണ്ടി മാനുഫാക്ചർ ചെയ്ത് നിങ്ങളെ മൈൻഡിനെ തന്നെ നിങ്ങളെ ഈ ഒരു തോട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കാം. ഞാനും ഇങ്ങനെ കുറേ കാലം വേണ്ട എന്ന് വെച്ച് പോസ്റ്റ്പോൺ ചെയ്തിരുന്ന ഒരാളാണ്. ബട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിന് തോന്നി എന്തുകൊണ്ട് എനിക്ക് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു തോട്ട് വന്നു. നിങ്ങളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് റീച്ചും കാര്യങ്ങളും കിട്ടും. പ്രോപ്പറായിട്ട് വീഡിയോസും കാര്യങ്ങളിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഗൈസ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എൻ്റെ സ്റ്റഡി വ്ളോഗാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കോണ്ടൻറ്റ് ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റഡി വ്ളോഗ് ആക്കാം, ഡേ ഇൻ മൈ ലൈഫ് ആക്കാം, ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആക്കാം, ബർത്ത്ഡേ വ്ളോഗ് ആക്കാം, ക്രാഫ്റ്റ് വീഡിയോസ്, അങ്ങനെ പലതും ആക്കാം ഗൈസ്. ഞാനിപ്പോൾ സ്റ്റഡി വ്ളോഗ് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം നിങ്ങൾ കാണിക്കുന്ന ഈ സ്റ്റിക്ക് ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതായിരുന്നു. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. ഞാൻ ചെയ്തു വാഷ് ടാപ്പ് ഹോൾഡറാണ്, പക്ഷേ അത് നേരെ നിൽക്കുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന സംഭവം ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയാലും അവിടെ നിന്ന് എടുത്തതായിരുന്നു. അവിടെ എന്തോ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത ഈ ഒരു സംഭവമായിരുന്നു. അതിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിലൊന്നും തന്നെ പെയിൻറ്റ് എനിക്ക് കുറേ ടൈം എടുത്തു. അതിൽ കളർ ഒരിക്കലും പിടിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഉള്ള ഫാബ്രിക് കളറാണ് തീർന്നിട്ടും ഉണ്ടായിരുന്നു. വാട്ടർ കളർ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ചെയ്തെടുത്തത് ഗൈസ്. ബാക്കി ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ച് ദിവസം കഴിയും. ബിക്കോസ് ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ന് വെച്ചാൽ അന്ന് പിന്നെ എനിക്ക് വീഡിയോ ബാക്കി എടുക്കാൻ മറന്നുപോയി. ഇത് ഇന്നത്തെ വീഡിയോ ആണ്. ഇന്ന് ഞാൻ 2 ദിവസമായിട്ടാണ് ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇന്ന് ഞാൻ ചെയ്ത വീഡിയോസാണ് ഗൈസ്. ഇങ്ങനെ എൻ്റെ ഒരു നോട്ട് കഴിഞ്ഞു ഗൈസ്, ഫിനിഷായി. നെക്സ്റ്റ് നോട്ട് എടുത്താൽ അതിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ ലൈനൊക്കെ വരയ്ക്കും. അത് വരച്ചാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഈ സ്റ്റിക്കി നോട്ട് ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഇങ്ങനെ വോളിൽ ഒട്ടിക്കാൻ ശ്രമിക്കും, പക്ഷേ അത് ഒട്ടില്ല ഗൈസ്. ഞാൻ അങ്ങനെ ജേണലിലൊക്കെയാണ് ഒട്ടിക്കാറ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ജേണലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ക്ലിപ്പ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡയറിയിൽ കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഫാൻ ഇട്ടുണ്ടായിരുന്നു. പേപ്പർ പറക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ജേണലാണ് എന്നാൽ ഒരു സ്ക്രാപ്പ് ബുക്ക് ടൈപ്പ്. ഫുള്ള് നമ്മുടെ സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സൊക്കെയാണ് നിറച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലൊന്ന് എഴുതി കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത് ജേണൽ അല്ലെങ്കിൽ സ്ക്രാപ്പ് ബുക്ക് അങ്ങനെ പറയാം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് തന്ന അഡ്വൈസ് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട് ഗായ്സ്. എന്താ വെച്ചാൽ നിങ്ങൾ ആരും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക.
നോക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അത് താനേ കയറിക്കോളും ഗൈസ്. നിങ്ങളിപ്പോൾ ഒരു ജേർണലായിട്ട് വേണമെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ റൂമിൽ ചെയ്യുന്ന ഓരോ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യാം. ഡെയിലി മൈ ലൈഫ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. സോ ഞാനിവിടെ ഈ ജേർണലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്കെച്ച് ബുക്ക്, വാഷ് ടാപ്പ്, പാറ്റേൺ പേപ്പേഴ്സ് ആൻഡ് സ്റ്റിക്കേഴ്സ്. സോ ഈ സ്റ്റിക്കർ താഴെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടില്ല ഗൈസ് അത്. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടി ഗ്ലൂ എടുത്തപ്പോഴാണ് ഞാൻ അതിൻ്റെ ടാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടാപ്പ് മര്യാദയ്ക്ക് ഇട്ടില്ല, ടൈറ്റായിട്ടിട്ടില്ല. സോ ആ പശൻ്റെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, നിപ്പ് വരുന്നത്, അവിടെ ജസ്റ്റ് ഒന്ന് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു. സോ അതെന്തായാലും എനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ്. സോ അതിന് വേണ്ടി ഞാൻ എന്തായാലും ഒരു പിന്ന് എൻ്റെ ടേബിൾ മേലെ എവിടെയെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാറുണ്ട്. സോ ഞാൻ ആ പിന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതേപോലെ പാറ്റേൺ പേപ്പർ എടുത്തു, നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു. അത് കട്ട് ചെയ്ത് ഞാൻ ഒട്ടിക്കുമ്പോഴും അതിൽ വരുന്നില്ല. വീണ്ടും ഞാൻ കുറേ നോക്കി, എന്നിട്ട് അന്ന് കിട്ടായിട്ട് വീണ്ടും പിന്ന് വെച്ച് പിന്നെയും ഇതാക്കി എനിക്ക് കിട്ടി ഗൈസ്. പിന്നെ ഞാൻ പശ തേച്ച് ഇതേപോലെ സ്റ്റിക്കറും പാറ്റേൺ പേപ്പറും, ഈ സ്റ്റിക്കർ ഞാൻ വേറൊരു ഡയറി അല്ല എന്തോ ടൈം ടേബിൾ ഞാൻ ചെയ്യുമ്പോൾ അതിൽ ഒട്ടിച്ചപ്പം എനിക്കിഷ്ടപ്പെടായിട്ട് പറിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എക്സസ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടല്ലോ പേപ്പർ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഇതൊക്കെ ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്തതാണ്. സോ ഒരു DIY സ്ക്രാപ്പ് ബുക്ക് ഓർ ജേർണൽ എന്നൊക്കെ പറയാം ഗൈസ്. പിന്നെ അത് ഒട്ടിച്ചതിന് ശേഷം നിങ്ങളവിടെ കാണുന്ന ബ്ലൂ പാറ്റേൺ പേപ്പർ ഉണ്ടല്ലോ, അത് ഞാൻ സാധാ പറഞ്ഞ ഞാൻ ഫസ്റ്റ് ചെയ്ത പോലെ കീറി ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് അത് ഞാൻ കീറി ഒട്ടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ ആ മേഘം, ആ ക്ലൗഡില്ലേ, അത് മാത്രമായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു ഗൈസ്. ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് തരാൻ എന്തുകൊണ്ടൊന്ന് പറിച്ചു നോക്കിക്കൂടാന്ന് പറഞ്ഞിട്ട് പറിച്ചു ഒട്ടിച്ച് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല ഗൈസ്. പിന്നെ അത് ഒരു ക്ലൗഡ് തന്നെ ആയിട്ട് ഫുൾ എക്സസൈറ്റ് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ പാറ്റേൺ പേപ്പേഴ്സ് എല്ലാം ഞാൻ വീഡിയോ ഇട്ടതാണ് ഓൾറെഡി. ഇപ്പം കാണിക്കുന്ന ഈ ഒരു പാറ്റേൺ പേപ്പർ ഉണ്ടല്ലോ, ഈ ബ്രൗൺ കളർ, അതിനാ കുറച്ച് നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്തത്. ബിക്കോസ് ഇത് വരയ്ക്കാൻ നല്ല എളുപ്പമായിരുന്നു. വരച്ച് കഴിഞ്ഞാലാണ് എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഇതൊന്ന് കളർ ചെയ്ത് കൊടുത്തോടാ, ആ ഒരു തോട്ട് വേണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഞാൻ ആ കളർ ചെയ്യാൻ തുടങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അത് കഴിയുന്നില്ല. മീൻസ് സ്മോൾ ആയിട്ടുള്ള കള്ളീസാണല്ലോ ഇതിലുള്ളത്, കോളംസ്. സോ അത് എല്ലാം കളർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ലൗഡ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ അത് കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ അത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ ചെറുങ്ങനെ സ്ലോ മോയിൽ ഇടുന്നുണ്ട്, കാരണം ഞാനത് സ്പീഡായിട്ടായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് സ്ലോ മോ ആക്കിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ഇതേപോലത്തെ ലോങ് വീഡിയോ, ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് റുട്ടീൻ, അങ്ങനെ എല്ലാം ഇടുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സിലുകൊണ്ടാണ് ആഴ്ചയിൽ 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ എനിക്ക് കഴിയുന്നില്ല ഗൈസ്, പ്രോപ്പറായിട്ട് അങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല. സോ ഞാനിതേപോലെ ക്ലൗഡ് ഇതാക്കി ഇങ്ങനെ കീറി നോക്കി ഗൈസ്. ബട്ട് അത് ഞാൻ വെച്ചപ്പോൾ എനിക്ക് ഒട്ടും രസമില്ലാണ്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാനത് പറിച്ച് വീണ്ടും കട്ടർ കൊണ്ട് കട്ട് ചെയ്ത് ക്ലൗഡ് മാത്രമാക്കിയിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കിനി എങ്ങനത്തെ വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതേപോലെ പോസ്റ്റേഴ്സ് വേണോ, ഡ്രോയിങ് വേണോ, ജേർണൽ വേണോ, ഇങ്ങനെ സ്റ്റഡി വ്ലോഗ് വേണോ, ഡെയിലി റുട്ടീൻ വേണോ, ഡേ ഇൻ മൈ ലൈഫ് വേണോ, എന്ത് വേണേൽ കമൻറ്റ് ചെയ്യാം. ഞാൻ എല്ലാം ചെയ്യാൻ റെഡിയാണ്. പിന്നെന്താ, ഇതൊക്കെയാണ് ഗൈസ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇത് ഇന്നെടുത്ത വീഡിയോ ആണ് ഗൈസ്. 2 ദിവസത്തെ ക്ലിപ്പായിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് വൈ രണ്ടും 2 പൊസിഷനിലാണ് വീഡിയോ നിൽക്കുന്നത് ഗൈസ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ട്രൈപോഡും കാര്യങ്ങളൊന്നുമില്ല. സോ അന്ന് വെച്ച പൊസിഷൻ പോലെ ഇപ്പോൾ പൊസിഷനും കിട്ടണമെന്നില്ല. ദാറ്റ്സ് വൈ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, നിങ്ങളങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഗ്രോത്ത് ഉണ്ടാവും, ഉറപ്പായിട്ടും ഗ്രോത്ത് ഉണ്ടാവും. എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക ഗൈസ്. നിങ്ങൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നതാണെങ്കിൽ ദിസ് ഇസ് യുവർ ലൈഫ്, യുവർ ഫ്യൂച്ചേഴ്സ്, ഓക്കെ. സോ ഗൈസ്, ഞാൻ ഇനി ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫുൾ ഒരു ജേർണൽ ഐഡിയാസ്, ഒരു 5 to 6 ജേർണൽ ഐഡിയാസ് വരുന്നൊരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. സോ പിന്നെ ഞാനിത് കണ്ടോ, കുറേ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു പാറ്റേൺ പേപ്പർ കണ്ടത് ഗൈസ്. എനിക്ക് എന്തായിരുന്നു, എപ്പോഴോ ഞാൻ സ്കൂളിൽ പോകാണ്ട് ലീവ് എടുത്ത ടൈമിൽ അങ്ങനെ ഉണ്ടാക്കിയ പാറ്റേൺ പേപ്പറായിരുന്നു അത്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ ബ്രൗൺ ഒട്ടിച്ചു കൊടുത്തു. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തതാണ് ഗൈസ്. ആ ഓറഞ്ച് കളർ മാത്രം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ആ റൗണ്ടിലുള്ള സംഭവം ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം അതാകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക്
ഐഡിയാസ് മറ്റേ ചാനൽ ചെയ്യണമെന്ന് ലോങ് വീഡിയോ. സോ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ സ്ക്രാപ്പ് ബുക്ക് അല്ല ജേർണലല്ല എന്ന്. സോ അതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒന്നും ബാക്കി ഫില്ല് ചെയ്യാൻ എനിക്ക് കിട്ടിയില്ല. സ്റ്റിക്കറിൽ ഒട്ടിച്ചാൽ ബോറാവുമോ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്തത് ഗൈസ്. എഴുതി കൊടുത്തത് എനിക്ക് ഞാൻ സ്കെച്ച് കൊണ്ട് എഴുതി കൊടുത്താണോ എന്ന് അറിയില്ല. ഹാൻഡ് റൈറ്റ് തീരും ഞാൻ എഴുതും പോലെ ആയില്ല വന്നിട്ടുണ്ടായിരുന്നത്. സ്കെച്ചും കൊണ്ട് എഴുതിക്കൊണ്ടാണോ, പിന്നെ സ്കെച്ചിൻ്റെ അവിടെ നിബിൽ ചെറിയൊരു നൂല് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടായിരുന്നു. എന്തോ എക്സസൈസ് വന്നത് അങ്ങനെയാണ്. ബട്ട് അതിലും എനിക്കതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഓക്കെ ആണ് ഗൈസ്. ഞാൻ ഇതിലെന്താ എഴുതിയെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനത് കാണിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല ഗൈസ്. ദിസ് ഇസ് എ സ്ക്രാപ്പ് ബുക്ക് എന്നാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ബട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ എനിക്കറിയില്ല ഗൈസ്, അത്രയും വൃത്തിയായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ പറഞ്ഞ ആരും മറക്കണ്ട, എന്തായാലും ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും വേസ്റ്റ് ആയാലും എന്തായാലും ഗ്രോത്ത് കിട്ടും കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന സ്റ്റിക്കറെല്ലാം, ഈ സ്റ്റിക്കർ എനിക്ക് തോന്നുന്ന ഫ്രണ്ടോ കസിനോ ആരോ എനിക്ക് ചെയ്ത് തന്നതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ ഞാൻ പാറ്റേൺ പേപ്പറും എല്ലാം ഒരു നല്ലോണം വെക്കണമല്ലോ. ഞാൻ ഒരു വീഡിയോ എടുത്താൽ മേശ ടേബിൾ ഫുൾ അലങ്കോലമായിരിക്കും. അതുകൊണ്ട് എല്ലാം ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുത്തേക്കാൻ നോക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.